നീയാണ്. അയ്യോ എന്റെ ഈശോയെ ഇത് എന്നെ പറ്റി? പറ്റിയതല്ല, തെറ്റിയതാ. തെറ്റിയതോ? നാളെ തെറ്റി. ചേട്ടൻ വാ, ഇരിക്കു ചേട്ടാ. ബ്രാൻഡിയാണ് ചേട്ടാ. ചേട്ടന്റെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം. എന്നെ കുടിപ്പിച്ച് പൂസാക്കി കിടത്തിയിട്ട് കള്ളക്കാമുകനായിട്ട് കൂത്താടാനുള്ള പ്ലാനാണ്. ഒരു ലെക്ചറർ, അതും ഒരു കോളേജ് ലെക്ചറർ, ബാറ് കയറി അടിയുണ്ടാക്കാന്ന് പറഞ്ഞ തല്ലുകൊണ്ടതും പഴുക്ക് പറ്റിയതുമൊക്കെ ഒരു ഉർവശി ശാപമാണെന്ന് കരുതിയാൽ മതി. എങ്ങനെ? ഈ അവസ്ഥയിൽ നന്ദു ഇന്ദിരയോട് സംസാരിച്ചാൽ എല്ലാ പിണക്കങ്ങളും തീരുമെന്നാണ് എന്റെ മനഃശാസ്ത്ര നിഗമനം. കള്ളു കുടിച്ചിട്ട് തല്ലുണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഡൈവോഴ്സ് ഉറപ്പാ. ഭർത്താവിന്റെ ദേഹം നൊന്താൽ പിണങ്ങിപ്പോയ ഭാര്യയുടെ മനസ്സിൽ സെന്റിമെന്റ്സ് വർക്ക്ഔട്ട് ചെയ്യുമെന്നാണ് സൈക്കോളജി. നീ ആ പഞ്ഞെടുത്ത് കൈ കെട്ടതേ. I will manage. എന്തത്ര ലേറ്റ് ആയത്? മദ്യപിച്ച് ലക്ക് കേട്ട് പാറയപ്പറമ്പന്മാരായി തല്ലുണ്ടാക്കി ഒരുത്തന്നെ ആസ്പത്രി കൊണ്ടുണ്ട്. ശുശ്രൂഷിക്കാതിരിക്കാൻ പറ്റുമോ? അതിനിവിടെ വേറെ ഡോക്ടർമാരുണ്ടല്ലോ. ഉണ്ട്, പക്ഷേ ആള് നമ്മുടെ സ്വന്തം ആളായി പോയില്ലേ. സ്വന്തം ആളോ? അതാരാ? ആളെ നിങ്ങൾ അറിയും, നന്ദഗോപാലൻ. ഭാര്യ തെറ്റിദ്ധരിച്ചു എന്ന് പറഞ്ഞ് ജീവിതം നശിപ്പിക്കാൻ ഓരോരുത്തരെ ഇറങ്ങി തിരിച്ചാ പിന്നെ എന്താ ചെയ്യാ? ഈശ്വര, അഡ്മിറ്റ് ചെയ്തിരിക്കാ? ഏയ്, ദൈവാധീനത്തിന് വലിയ പരിക്കൊന്നും പറ്റിയിട്ടില്ല. ആളെ ഞാൻ കൊണ്ടുവന്നുണ്ട്. ഉമ്മറത്ത് നിങ്ങൾ കയറാൻ കൂട്ടാക്കണില്ല. ഇവളോട് എന്തോ സംസാരിക്കാണ്ടത്രേ. ഇനിയെങ്കിലും അവന് പറയാനുള്ളത് കേൾക്കാൻ സന്മനസ് കാണിച്ചില്ല അച്ഛാ. എന്താ ഉണ്ടാവാൻ പോണെക്ക് നിശ്ചയില്ല. മൂകാംബിക അമ്മയാണ് ഇന്ദുട്ടി അല്ലാതെ വേറൊരാളെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. ഒരു ത്രില്ലിന് വേണ്ടി കുറച്ചാൾ പിരിഞ്ഞിരിക്കാന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നീ ഇല്ലാതൊരു നിമിഷം എനിക്ക് ജീവിക്കാൻ കഴിയില്ല. സ്വന്തം എന്ന് പറയാൻ നീയല്ലാതെ വേറെ ആരും എനിക്കില്ലെന്നറിയാലോ. വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ വിശ്വസിക്കാം. ഇതിൽ കൂടുതലൊരു സാക്ഷി പറയാൻ എനിക്കില്ല. ഇതെന്ത് വേഷം? ചെത്തും ചീന്തുമൊക്കെ നിർത്തി അടങ്ങി ഒതുങ്ങി ഇനി ഇന്ദൂട്ടിയുടെ ചൊൽപ്പടിക്ക് നടക്കാൻ തീരുമാനിച്ചിരിക്കുക. അങ്ങനെ ഇപ്പൊ ഉണ്ണിയാർച്ചയുടെ കുഞ്ഞിരാമനൊന്നും ആകണ്ട. സാരിത്തുമ്പി കെട്ടി നടത്താൻ എനിക്ക് മോഹമില്ല. എന്നെ വെറും മണ്ടിയാക്കാതിരുന്നാ മതി. ഒന്നുമില്ല എന്റെ ചങ്ങാതിയേ. വാ. ഇപ്പൊ ലീവിലേ എടുത്തിട്ടുള്ളൂ. നോക്കിക്കോ,
1 മാസത്തിനുള്ളിൽ മിസ്സസ് ഇന്ദിര നന്ദഗോപാൽ റെസിഗ്നേഷൻ ലെറ്ററും കൊടുത്ത് കണ്ണീരും കയ്യുമായി ഈ കോളേജിനോട് വിട പറയും. We will give her a sentimental send off. നന്ദേട്ടാ ഇത് മറന്നോ? ഓ നമ്മുടെ ക്ലാസ് ഇനിയും ഗ്രൗണ്ടിൽ തന്നെയാ. ഇവരെ സെപ്പറേറ്റ് ചെയ്യാൻ ഈ ജന്മം നമുക്ക് പറ്റും തോന്നുന്നില്ല. ഇവളാര്? ജൂഹി ചവളയോ? കമോൺ. തീർന്നില്ലടാ, നിന്നെ എന്റെ കൈ കിട്ടും. നീയൊന്നും വിചാരിച്ച എന്നെ എന്തുട്ടിനെ പിരിക്കാൻ കഴിയില്ലടാ തേണ്ടി. എന്തോ മൂടോട്ട് ഇനി മാറിയില്ലേ? അഭിനേ, ഞാൻ നിന്നെ കാണാൻ വേണ്ടി വരുമായിരുന്നു. എന്താ? എന്റെ ഇന്നത്തെ മാച്ച് ഓവർ. ക്ലാസ് കഴിഞ്ഞു, വീട്ടിലേക്ക് പോയാലോ എന്ന് ആലോചിക്കുക. എന്ത് പറ്റി നേരത്തെ? ഇനി മുതൽ നേരത്തെയും കാലത്തേക്ക് വീട്ടിലേക്ക് പോയിക്കോളാവേ. കുറെ പേപ്പേഴ്സ് വാല്യൂ ചെയ്യാനുള്ളത് കുടിച്ചു കിടക്കാൻ തുടങ്ങിയിട്ട് നാള് കുറെ. പിന്നെ പണിയൊന്നുമില്ലാതെ വെറുതെ ഈ അറ്റ്മോസ്ഫിയറിൽ ഈ പെമ്പിള്ളേരൊക്കെ നോക്കി നമ്മളില്ലേ. നല്ല കുട്ടിയായി വീട്ടിൽ ചെന്ന് ഹോംവർക്ക് ഒക്കെ ചെയ്ത് പപ്പയുടെ സ്വന്തം അപ്പൂസായി. അപ്പോ നീ വന്നേക്കല്ലോ അല്ലേ? ആ പിന്നെ ജോലി കഴിഞ്ഞ കല്യാണി പറഞ്ഞേച്ചേക്ക്. ഓ ഹലോ. യെസ്, ഞാൻ ട്രീസിയുടെ ഒരു കസിനാണ്. അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ട്രീസി ഒന്ന് വിളിക്കൂ. അത് പിന്നെ പോയി വിളിക്കാൻ ഇവിടെ ആരും ഇല്ലല്ലോ. ഞാൻ കട്ട് ചെയ്ത് വിളിക്കാം. വളരെ അത്യാവശ്യമാണ് സാർ. പ്ലീസ് ഒന്ന് വിളിക്കൂ. കാര്യം എന്താണെന്ന് പറഞ്ഞേക്കാം. സോറി സാർ, പേഴ്സണൽ ആയിട്ട് പറയാനുള്ളതാ. പ്ലീസ്. ഇറ്റ്സ് ഓൾ റൈറ്റ്. അവരൊക്കെ കസിൻ ഉണ്ടെന്ന് നിനക്ക് അങ്ങനെ അറിയാം? ഒരു നമ്പർ ഇട്ടുന്നേ ഉള്ളൂ. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി സക്സസ്. എവിടുന്നാണെന്ന് പറഞ്ഞു? അത് ഞാൻ ചോദിച്ചില്ല. മേഴ്സിന്നാണോ പേര് പറഞ്ഞത്? പേര് പറഞ്ഞില്ല, കസിനാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എനിക്ക് 2 കസിൻസ് ആണുള്ളത്. ഒരാള് തിരുവനന്തപുരത്തും മറ്റവള് ചെങ്ങന്നൂരും. കട്ട് ചെയ്ത് വിളിക്കാന്ന് പറഞ്ഞിട്ട് സമയം കുറയായല്ലോ. സാറിന് ടെൻഷനായല്ലേ? ഏയ്, ടെൻഷനൊന്നുമില്ല. എനിക്ക് മനസ്സിലായി. എന്തെങ്ങാനും ഇപ്പൊ വന്നാ എന്ത് വിചാരിക്കുന്നുള്ള പേടിയല്ലേ? ശരിയാ, ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയുടെ അവസ്ഥ എന്റേത്. പച്ചവെള്ളം കണ്ടാലും പേടിയാ. സാറിങ്ങനെ ഭാര്യ പേടിക്കാൻ തുടങ്ങിയ കുറച്ച് കഷ്ടാ. ഇത് സ്നേഹം കൊണ്ടുള്ള പേടിയാ. അവള് വെറൊരു പാവ, നിസ്സാര കാര്യം മതി പഠനം. കൊച്ചുകുട്ടികളുടെ സ്വഭാവ ട്രീസക്കറിയാലോ. പ്രസവിച്ചപ്പോഴേ അമ്മ മരിച്ചു. ചെറുപ്പം മുതലേ ബോർഡിങ്ങിലും ഗവൺമെന്റിലേക്കായിട്ട് ഇവൾ ഒറ്റയ്ക്കായിരുന്നു. അങ്കിളും ആന്റിയും അവർക്ക് മക്കളില്ലാത്തതുകൊണ്ട് ഇവളെ പുന്നാരിച്ച വളർത്തിയത്. പുറത്ത് കാണുന്ന ഈ മൂച്ചയ്ക്കേ ഉള്ളൂ, ആള് വെറും തൊട്ടാവാടിയാ. ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും തമാശ പറയുന്നല്ലാതെ അവിടെ വേദനിച്ച് എനിക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാ. സോറി സർ, ഇന്ദുവിനെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും അല്ല കരുതിയിരുന്നത്. സോറി. ഞാൻ ഇറങ്ങാം. ഫോൺ വന്ന നമ്പർ കുറിച്ച് വെച്ചാൽ മതി. ഞാൻ അങ്ങോട്ട് വിളിക്കാന്ന് പറഞ്ഞേക്കും. എന്റെ ഈശ്വര,
എന്താ സാർ? ഇന്ദു വന്നു. അതിനെന്താ, ഞാൻ കാര്യം പറഞ്ഞോളാം. അയ്യോ, അതവള് വിശ്വസിക്കില്ല. ട്രേസി ഇപ്പൊ പുറത്തിറങ്ങണ്ട. പിന്നെ എന്ത് ചെയ്യാനാ? എവിടെയെങ്കിലും ഒന്ന് ഒളിക്കോ? ഒളിക്കാനോ? സാർ എന്തായി പറയുന്നത്? അയ്യോ, തർക്കിച്ചേക്കാൻ സമയമില്ല. ഞാൻ പറയുന്നത് കേക്ക് പ്ലീസ്. ഇവിടെ വരെ ഓട്ടോയ്ക്ക് 20 രൂപ ചോദിച്ചു. അയ്യോ, 20 രൂപയോ? ഞാൻ 15 കൊടുത്തുള്ളൂ. നേരത്തെ പോന്നോ? നേരത്തെയോ? ഓ, സമയം പോയതാ. എന്തു പറ്റി? ഏയ്, ഒന്നുമില്ല. പേപ്പേഴ്സ് നോക്കായിരുന്നോ അതോ ഉറങ്ങായിരുന്നോ? ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. എന്താ വേർതിരിക്കുന്നേ? ഓ, അതോ, അത് പിന്നെ പെട്ടെന്ന് കറണ്ട് പോയി. പിന്നെ കറണ്ട് പോയപ്പോഴത്തേക്ക് ആകെ വേർപ്പായി. പിന്നെ കറണ്ട് വന്ന് വേർപ്പ് പോയപ്പോഴത്തേക്ക് പിന്നെ കറണ്ട് പോയി. ദേ കറണ്ട് വന്നു. പിന്നെന്താ? അയ്യോ, എന്തായി കാണിക്കുന്നത്? അത് സ്ക്വാഷ് ആണ്. അതെ, സ്ക്വാഷ് ആണ്. പക്ഷെ ദാഹം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് ഡൈല്യൂട്ട് ചെയ്യാതെ കുടിച്ചാലേ കുശാലാകും. ഞാൻ വെച്ചോളാം. ഇതൊന്നും വേണ്ട, നല്ല ഒന്നന്തരം ചായ ഉണ്ടാക്കി. വേണ്ട, എനിക്ക് ചായ വേണ്ട. സ്ക്വാഷ് കലക്കി തന്നാ മതി. എന്താ ഒരു വെപ്രാളം? വെപ്രാളോ എന്തിന്? എന്നാ മാറി വെള്ളം എടുക്കട്ടെ. വേണ്ട, ഇതിന്ന് എടുക്കണ്ട. വേണ്ട, ഇതിന്ന് വേണ്ട. അയ്യേ, അടുക്കള ടാപ്പിൽ നിന്ന് എടുത്ത് തന്നാ മതി. ഇതിൽ നല്ല തണുത്ത ബിസ്ലറി വാട്ടർ ഉണ്ടല്ലോ. വേണ്ട. കൊഞ്ചാതെ നന്ദേട്ടാ. അതെ, ഇതാരുടെയാ? ചെരുപ്പോ? ഇത് കല്യാണി എങ്ങാനും? ആരവിടെ ഉള്ളത്? ഇല്ല, ആരുമില്ല. ഞാൻ പറഞ്ഞില്ല ആരുമില്ലെന്ന്. എന്നെ അത്രയ്ക്ക് വിശ്വാസമില്ലേ? ഇന്ദുട്ടി, എന്താ ഇതൊക്കെ? ഞാൻ അത് ഫോൺ അതിന് ഞാനൊരു ശല്യമായല്ലേ? ഇത് സാറ് എന്നെ വെറുതെ കുഴപ്പാക്കിയത്. ഇന്ദു, 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 വാതിൽ തുറക്ക്. ഞാൻ പറയുന്നൊന്ന് കേക്ക്. നടന്നെന്താണെന്ന് ഞാൻ പറയാം. ഇന്ദു, വാതിൽ തുറക്കാൻ. ഇന്ദു, തുടരുത് എന്നെ. ഇന്ദു, തുടരുത്. ഇന്ദു, ഇന്ദു, ഏയ്, ഇന്ദു. നിന്റെ കുസൃതി തരത്തിനൊക്കെ ഞാൻ കൂട്ടുന്നുണ്ട്. പക്ഷേ ഇത് ഇത്തിരി കടന്നു കൈയായി. അമ്മാവാ, ഞാന് വേണ്ട, ന്യായീകരണം പറയണ്ട. സംഭവിച്ച എന്താണെന്ന് ഞാനൊന്ന് ഇന്ദു വരുമ്പോ ആ പെണ്ണ് അവിടെ ഉണ്ടായിരുന്നു. അത് പിന്നെ അവളുടെ കസിന്റെ ഫോൺ വന്ന് ഫോണോ കീണോന്നല്ല, ആ പെണ്ണ് അവിടെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. നീ അവളെ ഒളിപ്പിച്ചോ? അത് പിന്നെ ആ അവസ്ഥയില് അവസ്ഥ എന്തോ ആകട്ടെ, ഒളിപ്പിച്ചോ? ഒളിപ്പിച്ചു. ഇന്ദു അവളെ കണ്ടുപിടിച്ചോ? അത് പിന്നെ കണ്ടുപിടിച്ചോ? ഉവ്. അത്രേ അവളും പറഞ്ഞുള്ളൂ. കള്ളത്തിന് ഒന്നും ഇല്ലെങ്കിൽ പിന്നെ നീ എന്തിനാ അവളെ ഒളിപ്പിച്ചേ? അമ്മാവാ, ഞാന് വേണ്ട, ഇന്ദുവിന്റെ മുഖത്ത് നോക്കി ഇനി ഉരുണ്ട് കളിക്കാൻ എന്നെ കൊണ്ട് വയ്യ. പിന്നെ തൽക്കാലം നീ അവളെ കാണണ്ട. നിന്നെ കണ്ട അവള് വയലന്റ് ആവും.